ക്ഷമിക്കണം, SDP യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയും? എന്തിനാണ് അങ്ങനെ പറയുന്നത്? സാധാരണ രീതിയിൽ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമി. സംശയമുണ്ടോ? ഇല്ലല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ 3 ആഴ്ച മുമ്പ് ഞങ്ങൾ UDF-നെ ഏകപക്ഷീയമായിട്ട് പിന്തുണക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞോ ഞങ്ങളുടെ വോട്ട് വേണ്ട? അതിനുവേണ്ടി വാദിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വർഗീയമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. ആ വോട്ട് വേണ്ട എന്ന് UDF പറഞ്ഞില്ലല്ലോ. വർഗീയ പാർട്ടിയാണോ? പക്ഷേ വിശകലനം ചെയ്യേണ്ടതാണ് ഒരുപാട് കാര്യം. ഞാൻ ഒരു കാര്യം പറയാം, ഇതിന് മറുപടി പറയണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF പറയണം. പറഞ്ഞ പോലെ പറയാനാണ് ഒരു ഞങ്ങൾക്ക് അതിന് കൃത്യമായ നിലപാടുണ്ട്. വർഗീയ പാർട്ടികളാണെന്നും ഭീകരവാദം വെറുതെ വർഗീയ പാർട്ടികളാണെന്നും ഭീകരവാദ പ്രസ്ഥാനങ്ങളാണെന്നും ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണെന്നും കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പോയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടാണ് മത്സരിക്കുന്നത്. ആ മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിക്കുക. അങ്ങനെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ അതുപോലെ തന്നെ ലീഗുകാർ ഇവരൊക്കെ പലയാളുടെയും വോട്ട് വേണം, ഞങ്ങളത് വാങ്ങും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ SDP-യുടെ വോട്ടും വാങ്ങുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞോളാം, SDP-യുടെ വോട്ട് വേണ്ടാന്ന് VD സതീശൻ പറഞ്ഞ എന്താ കാര്യം? VD സതീശൻ പറഞ്ഞ ഒരു കാര്യം കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റത് മുതൽ കളവ് പറയാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. പരസ്യം എന്താ ഞാൻ പറഞ്ഞത്? SDP-യുടെ വോട്ട് ഞാൻ പറയാ, SDP-യുടെ വോട്ട് വേണ്ടെന്ന് മാത്രമല്ല അവർ പറയേണ്ടത്. അവർ ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞോ? കേക്ക്, ജമാഅത്തെ ഇസ്ലാമിന്റെ വർഗീയല്ലേ, അത് വേണ്ട പറഞ്ഞോ? UDF-ന്റെ നിലപാട് പറയട്ടെ, അവര് പറയട്ടെ. അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ നിലപാട് പറഞ്ഞോ. അല്ലല്ല, ഉടനെ SDP-യിലേക്ക് ഞാൻ പറയേണ്ടത് കേക്ക്. ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്ന് അവര് പറഞ്ഞോ? അത് വർഗീയ പാർട്ടിയല്ലേ? അല്ല, നിങ്ങളുടെ എടുക്കണേ, പിന്നെ എടുക്കണ്ടേ? പിന്നെ എന്നോടല്ലേ നിങ്ങൾ ജോലി ചോദിക്കുന്നു? എടുക്കണ്ടാവും. ഞാൻ പറയും. SDP നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചില്ലല്ലോ. അല്ല, വേണം. അന്ന് മാനസിക കണക്ക് വേണ്ട. അഭിമന്യുവിന് ഇപ്പൊ നിങ്ങൾക്ക് വലിയ രീതിയിൽ വ്യക്തിസാധ്യത്തോട് സ്നേഹം കൂടിയില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, കേക്ക് SDP-ക്കാരാണ്. എന്താ സംശയമൊക്കെ? എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്? ഇപ്പോ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, അതിതാണ് SDP ആരെയാണ് പിന്തുണക്കുക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ മാനസിക കണക്ക് കൂട്ടിയിട്ട് അവർ പ്രഖ്യാപിക്കുന്നതിനെ പറ്റി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പൊ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കേക്ക് പ്രഖ്യാപിക്കട്ടെ, ആയിട്ടില്ല, പ്രഖ്യാപിക്കട്ടെ. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാട് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഗീയവാദിയുണ്ട്, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി UDF-നാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച വർഗീയവാദ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഞാൻ പറയുന്നത് ഒരു സ്ഥലത്തും പറഞ്ഞില്ല, ഇന്നേ വരെ പറഞ്ഞില്ല. VD സതീശനും പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തും ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ല. അല്ല, അത് ഓരോ സ്ഥാനാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടുണ്ട്, ലീഗിന്റെ സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ രീതിയാണ്. ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അവർ പറയട്ടെ. മാനസികമായ UDF-ന്റെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾ ശക്തിയായിട്ട്
പൊരുതുന്നു എന്നല്ലേ? ആ പൊരുതുന്നു എന്ന് പറയുന്നത് പോലും ഇവന്റെ തലേന്റെ മേലെ കിടക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി. അല്ല അതായിക്കോട്ടെ. ആയിക്കോട്ടെ, അതിനനുസരിച്ചല്ലേ LDF അതായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതായിക്കോട്ടെ. നിലപാടല്ലേ സ്വതന്ത്ര ഞങ്ങളുടെ നിലപാട് അവരുടെ നിലപാട് വന്നാൽ അപ്പോൾ പറയാം. നിലപാട് പറയാണ്ട് നിങ്ങൾ എന്തിനാ എന്റെ നിലപാടിന് വേണ്ടി ചോദിക്കുന്നത്? ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഇപ്പൊ പറയുന്നില്ല. ഇല്ല, ഞങ്ങളുടെ നിലപാട് കൃത്യമായിട്ട് പറയും. അപ്പൊ എപ്പോ SDPI പറയട്ടെ, അത് നോക്കാം. അവര് പറയുന്നത് പറയാം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. ശുദ്ധ അസംബന്ധം. എപ്പോഴാണ് വിമർശിച്ചത്? ലാസ്റ്റ് എല്ലാ സന്ദർഭത്തിലും വിമർശിച്ചു. എപ്പോഴാണ് വിമർശിക്കാതിരുന്നത്? ഏതൊരു പ്രസംഗം പറഞ്ഞു? ആ എല്ലാ പ്രശ്നവും ഉണ്ട്. പ്രസംഗത്തിൽ നിങ്ങൾ ഏതാ പത്രം? ഞാൻ ജയ്ഹിന്ദ് ന്യൂസ്. ജയ് ഹിന്ദ് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവും. അല്ലല്ല സാർ ഒന്ന് പറയൂ, അത് മനസ്സിലാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും പ്രസംഗിച്ച എപ്പോ പറഞ്ഞു? നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എവിടെ കേക്ക് പറയുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ലൈബ്രറിയായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കും. ഇന്ന് കേക്ക് റിപ്പോർട്ടർ ചാനലിന്റെ ലൈബ്രറിയുമായിട്ട് ഇന്നൊന്ന് ബന്ധപ്പെട്ട് നോക്കൂ. ബന്ധപ്പെട്ട് നോക്കിയാൽ 15 എണ്ണം കിട്ടും, 15 പ്രസംഗം കിട്ടും. ഒരു ഒന്നല്ല, ഇതിനെ ഒന്നാക്കുന്നു 15 എണ്ണം. ഇപ്പം തന്നെ ബന്ധപ്പെട്ടോ കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.